ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ ചിക്കൻ ഫ്രൈ ആണ്. നിങ്ങളെല്ലാവരും എപ്പോഴും ട്രൈ ചെയ്യുന്ന ഡിഷായിരിക്കും, പക്ഷേ ഇതുപോലെ ഒന്ന് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാനൊരു 20 പീസോളം ചെറിയ സൈസിലുള്ള ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് യോഗേർട്ടോ അല്ലെങ്കിൽ തൈരോ ആണ്. അപ്പോൾ ഞാനൊരു 1/8 കപ്പ് യോഗേർട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരായാലും മതി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഈ ചിക്കനിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ലതുപോലെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയും വേണം. ഇനി നമുക്ക് ഇതിലോട്ട് കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അത് ഈ 20 മിനിറ്റിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അതായത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. റെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് കോൺഫ്ലോർ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കോൺഫ്ലോർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിനി കളർ കുറച്ചുകൂടെ വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഞാൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ പീസസ് ഓരോന്ന് നമുക്ക് നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. നമ്മുടെ ഈ ചിക്കൻ പീസസൊക്കെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഓറഞ്ച് കളറിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് കൂടെ നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ചിക്കൻ പീസസും ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടെ അതിലിട്ട് കൊടുത്താൽ നന്നായിരിക്കും. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്ത് മാത്രം ടേസ്റ്റിയാണെന്ന്. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും താഴെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.